ഹലോ എവരിവൺ, ഏവർക്കും ഗ്ലോബൽ ഗെയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SSLCയിൽ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? സത്യത്തിൽ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ഓഫ് ഇന്ത്യ 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്നുള്ളതാണ്. അത് എത്ര മുതലാണ്? 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അപ്പൊ അതെന്താ നോക്കിയാലോ? നമുക്കറിയാം ഒരു 360 ലോഞ്ചിറ്റ്യൂഡ്സ് രേഖാംശ രേഖകളാണ് മൊത്തത്തിലുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അതില് 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി രേഖാംശ രേഖ വരെയാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെന്താ സംഭവം? ഇതാണ് 68 ഡിഗ്രി 68 ഡിഗ്രിയിലുള്ള ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. ഇതാണ് 97 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 68 ഡിഗ്രിയാണ്, ഇത് 97 ഡിഗ്രിയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഈസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് എന്ന് വരാൻ കാരണം? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈസ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റ് എന്ന് കൊടുക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് എടുത്തേക്ക് വരയ്ക്കാം. ഫുൾ മൗസ് കൊണ്ടുള്ള കളി ആയതുകൊണ്ട് കറക്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 68 ഡിഗ്രി. നമ്മൾ വീണ്ടും വരയ്ക്കുകയാണ് 68 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ്. ദി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി. അതായത് ഇന്ത്യയുടെ വലിപ്പം 68 ഡിഗ്രി രേഖാംശ രേഖ മുതൽ 97 ഡിഗ്രി രേഖാംശ രേഖ വരെ, അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഇന്ന് കാണുന്ന സമയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ കൺട്രിയും എന്ത് ചെയ്തു? അവരുടെ ആൾമോസ്റ്റ് മിഡിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ആൾമോസ്റ്റ് മിഡിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 82.5 ഡിഗ്രി ആണ്. ഓക്കെ, 82.5 ഡിഗ്രി ആണ്. ഓക്കെ, 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അതിന്റെ ഏകദേശം സെൻട്രലിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെയാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഓരോ ലോഞ്ചിറ്റ്യൂഡിലും ഓരോ സമയമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോഞ്ചിറ്റ്യൂഡിലും എന്തുണ്ട്? ഒരു സമയമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ സമയമാണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. എന്താണ്? ലോക്കൽ ടൈം അറ്റ് ദി സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ്? ഈ മാനക രേഖാംശത്തിലുള്ള പ്രാദേശിക സമയത്തെയാണ് നമ്മൾ മാനക സമയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് മാനക സമയം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്? ഈ 82.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള ലോക്കൽ ടൈമിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും GMTയും ഗ്രീൻവിച്ച് മീൻ ടൈമും തമ്മിലുള്ള
ടൈം ഡിഫറൻസ് എത്രയാണ്? 5.5 മണിക്കൂറാണെന്ന് നിങ്ങൾക്കറിയാം. GMT പ്ലസ് 5.5 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലോങ്ജിറ്റ്യൂഡൽ എക്സ്റ്റെൻഡ്, എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ, എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.